നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് റഹീം എന്ന സഹോദരൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക. ഇവിടെ പല വിധത്തിലുള്ള കുപ്രചരണങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയകൾ വഴി. തീർച്ചയായും അത്തരം തെറ്റിദ്ധാരണകളിൽ ആരും തന്നെ വഞ്ചിതരാകരുത്, അനാവശ്യ വിവാദങ്ങളിലേക്ക് ആരും തന്നെ പോകരുത് എന്നാണ് റഹീമിൻ്റെ സഹായ സമിതി ഇപ്പോൾ നമ്മെ അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിനുള്ള മറുപടിയെല്ലാം അവർ തന്നെ കൊടുക്കും. അദ്ദേഹത്തിൻ്റെ മോചനത്തിന് ശേഷം മാത്രമായിരിക്കും അത്. എന്തുകൊണ്ട് വൈകുന്നു എന്ന് ചോദിച്ചാൽ അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. എന്നാൽ സന്തോഷകരമായ ഒരു വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. കൊല്ലപ്പെട്ട സഹോദരൻ്റെ കുടുംബം ദയാധനം വാങ്ങി റഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് അഫിഡവിറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞൊരു കാര്യം അത് വളരെ സന്തോഷം നൽകുന്നതാണ്. കാരണം കുടുംബം അതിന് തയ്യാറാണെന്ന് രേഖാമൂലം കോടതിയെ അറിയിച്ചു കഴിഞ്ഞു. ഇനി അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് 34 കോടി പിരിച്ചത് വിദേശകാര്യ മന്ത്രാലയം വഴിയാണ് എംബസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുക എന്ന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിനുള്ള കാലതാമസം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് മാത്രമാണ് ഒരു വിഷമകരമായിട്ടുള്ളത്. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെയും ഈ കേരള സർക്കാരിൻ്റെയും എല്ലാം പിന്തുണ അതിൽ റഹീമിൻ്റെ സഹായ സമിതി തീർച്ചയായിട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വലിയ താമസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ ആ കാര്യങ്ങൾ പൂർത്തിയാകും. അതുപോലെ തന്നെ ഹജ്ജിന് മുമ്പായി തന്നെ റഹീം എന്ന സഹോദരനെ നമുക്ക് മോചിപ്പിച്ച് നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മോട് പങ്കുവെക്കുന്നത്. അത്തരത്തിൽ എത്രയും പെട്ടെന്ന് റഹീമിന് മോചനം ലഭിച്ച് സ്വന്തം ഉമ്മയെ വന്ന് കണ്ട് സന്തോഷിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഇവിടെ പറയാനുള്ളത് സോഷ്യൽ മീഡിയകൾ വഴി ഇപ്പോഴും പല സഹോദരങ്ങളും എന്തിനാണെന്നറിയില്ല ഒരു സഹോദരന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങൾ നടക്കുമ്പോൾ അനാവശ്യ ചർച്ചകൾ, അനാവശ്യ വിവാദങ്ങൾ നിരന്തരം പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇത്തരക്കാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഇത്തരം കുപ്രചരണങ്ങൾ കൊണ്ട് നഷ്ടമാകുന്നത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്, ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷയാണ്. അത് തല്ലിക്കെടുത്തരുത്. ദയവ് ചെയ്ത് അത്തരം കുപ്രചരണങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം എന്ന് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. എല്ലാ നിയമ തടസ്സങ്ങളും നീക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മോചനം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ മാസം അവസാനമോ അതല്ലെങ്കിൽ ജൂൺ മാസം ആദ്യമോ ആണ്. തീർച്ചയായിട്ടും ആ ഒരു സന്തോഷ വാർത്ത നമ്മളിലേക്ക് എത്തും അധികം വൈകാതെ. അധികം കാലതാമസമില്ലാതെ തന്നെ റഹീം എന്ന സഹോദരന്റെ മോചനം നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.